Loka Samasta Sugino Bhavantu. Malana TV, a national media for social justice. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് രാഷ്ട്ര പുനർനിർമ്മാണം മാധ്യമത്തിലൂടെ എന്ന ആപ്തവാക്യവുമായി ഉടലെടുത്ത ഒരു മാധ്യമം അതിന്റെ 10ാം വയസ്സ് കടന്ന് ജൈത്രയാത്ര തുടരുകയാണ്. പിന്നിട്ട ഒരു ദശവത്സരക്കാലത്തെ മാധ്യമ ഇടപെടലുകളുടെ ചരിത്ര വിജയങ്ങൾ ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ രചിതരേഖകളാവുകയാണ്. 50ലധികം ഭവനരഹിതർക്ക് കെട്ടുറപ്പുള്ള ഭവനങ്ങൾ. ചില ആളുകൾ നിമിത്തം നമ്മുടെ നാട്ടിന് ഒരുപാട് നന്മകൾ എത്തിച്ചേരലുണ്ട്. അതിലൊരാളാണ് മലനാട് ചാനൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ജയേഷേട്ടനും സഹപ്രവർത്തകരും. അവരാണ് ഇന്ന് ഇവിടെ 42 വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ. രാജ്യത്തെ അംഗനവാടി ടീച്ചർമാരുടെ വേതനം ഗണ്യമായി ഉയർത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി തയ്യാറായത്, 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള അച്ചൻകോവിൽ അലിമുക്ക് റോഡിന്റെ ശാപമോക്ഷം, സോമാലിയൻ കടൽ കൊള്ളക്കാർ 1 വർഷക്കാലം തടവിലാക്കിയ ഇന്ത്യൻ കപ്പൽ തൊഴിലാളികളുടെ മോചനം, കെനിയൻ ജയിലിൽ നിന്നും പത്തനാപുരം സ്വദേശിയുടെ മോചനം തുടങ്ങി ഒട്ടനവധി ജീവകാരുണ്യ മനുഷ്യാവകാശ ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾ, ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ, ചികിത്സാ പഠന സഹായങ്ങൾ എന്നിവ മലനാട് TV ഇന്ത്യയുടെ മാധ്യമ ഇടപെടലുകളും അവയുടെ പരിണിത ഫലങ്ങളുമാണ്. ഇവിടെ വരാൻ കാരണം മലനാട് എന്ന TV കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ റോഡ് വികസനവും ഇവിടുത്തെ ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എനിക്ക് അയച്ചു തന്നു. ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കുവാൻ അവിടെ എത്തിച്ചേർന്നത് മലനാട് ചാനലുകാരാണ്. പ്രിയപ്പെട്ട ജയേഷിന് നേതൃത്വമുള്ള സംഘം ആ പ്രദേശത്ത് വരികയും ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുവാൻ കഴിഞ്ഞതും മലനാട് ചാനലിൻ്റെ പ്രവർത്തനങ്ങളാണ്. സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഇവിടെ മലനാട് TV വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. Malana TV, voice of people, choice of people. ദേശീയ അന്തർദേശീയ തത്സമയ സംപ്രേക്ഷണങ്ങൾ, പരിസ്ഥിതി പഠന യാത്രകൾ, സാമ്പത്തിക ശാസ്ത്ര കാർഷിക പാഠ്യപരമ്പരകൾ, ഗ്രാമീണ വികസന പരമ്പരകൾ, ഒടുവിലിത പൊതുജനങ്ങൾ മാധ്യമവൃത്തിയിലേക്കെത്തുന്ന നാട്ടുരാജ്യ വാർത്തകൾ വരെ ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് വേറിട്ട ഉള്ളടക്കത്തിന്റെ നവ്യാനുഭവമാവുകയാണ് ജനപ്രിയ മാധ്യമം മലനാട് TV ഇന്ത്യ. യഥാർത്ഥ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജേർണലിസത്തിൻ്റെ ആ രീതി തന്നെ വഴി തന്നെ മാറിപ്പോയി. അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരവസരമായിട്ട് മലനാട് TV മുൻകൈ എടുത്തത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു കോളേജ് കൊണ്ടുവരുന്നെങ്കിൽ നല്ലതാണ്. കാരണം എന്താണ് യഥാർത്ഥ ജേർണലിസം, എന്തായിരിക്കണം ജേർണലിസം, എങ്ങനെ ഒരു ജേർണലിസ്റ്റ് ആകരുത് എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. ഇതൊരു വ്യത്യസ്തമായ TVയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന 2 ജോലിയും ഏറ്റവും ഭംഗിയായി കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചാനലാണ്. ആ നല്ല മനുഷ്യരുടെ കൂട്ടത്തിലാണ്, അവർക്ക് മാതൃകയാണ് മലനാട് TV എന്ന് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ പ്രേരണ നൽകുന്ന ഈ സ്ഥാപനത്തിൻ്റെ 13ാം വാർഷികത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. പൊതുവേ ചാനൽസ് അല്ലെങ്കിൽ ടെലിവിഷൻ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം അതാണ്. എൻ്റർടൈൻമെൻറ്റ് ആണ് പൊതുവേ ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, ന്യൂസ് ചാനൽസ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇതിൽ തമ്മിലൊന്നും അധികം വ്യത്യാസമില്ല. ആ ഒരു കാര്യത്തിലാണ് പൊതുവെ ആളുകൾ കാണുന്നത്. ആളുകൾക്ക് TV എന്നുള്ളതൊരു നെസസിറ്റി അല്ല, അവർക്ക് അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ കാണാനുള്ള ഒരു മാധ്യമമാണ് ടെലിവിഷൻ. അവർക്ക് കുറച്ചൊരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനോ ഒരു വിനോദത്തിനോ കാണാൻ വേണ്ടിയാണ് ടെലിവിഷനും സിനിമയിലേക്കൊക്കെ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഗുണമുള്ള ഇത്രയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഉള്ള
എന്നാൽ ഒരുപാട് വെല്ലുവിളികളുള്ള ഒരു കാര്യമാണ് ഒരു ചാരിറ്റി ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഒരു ചാരിറ്റി ബേസ് ചെയ്തിട്ട് അത് മെയിൻ ത്രെഡ് ആക്കിയിട്ട് ഒരു ചാനൽ റൺ ചെയ്യുക എന്ന് പറയുമ്പോൾ. കാരണം ഇത്രയും എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളപ്പോൾ ഇങ്ങനൊരു ചാനലിനെ സർവൈവ് ചെയ്യുക എളുപ്പമല്ല. പക്ഷേ ഇത്രയും വർഷമായിട്ട് മലനാട് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയാണ്. മലനാട് ന്യൂസ് ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ. വാർത്തകൾക്കപ്പുറമുള്ള കാഴ്ചകൾ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകുന്നു. അന്താരാഷ്ട്ര സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ഈ ദൃശ്യമാധ്യമം ഇനി നിങ്ങളുടെ മുൻപിലേക്ക് 24 മണിക്കൂർ. ആദ്യത്തെ ജനകീയവും ജീവകാരുണ്യ വാർത്താ ചാനലുമായ മലനാട് ന്യൂസ്. വാർത്തകൾക്ക് പുറമെ വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഞങ്ങൾ എത്തുന്നു നിങ്ങളിലേക്ക്. കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തോളമായി കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ വിവിധ ചലനങ്ങളും സംഭവവികാസങ്ങളും തത്സമയ സംപ്രേക്ഷണത്തിലൂടെയും അല്ലാതെയും പ്രേക്ഷകരിലെത്തിക്കുന്ന കാര്യത്തിൽ മലനാട് TV വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രശംസനീയമാണ്. സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. കെനിയൻ ജയിലിൽ മോചനം പ്രതീക്ഷിച്ച് കിടന്ന പ്രവീൺ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി മലനാട് TV നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവാവിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ മലനാട് TV നടത്തിയ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്കൊന്നും പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇനി വരും ഓരോ തലമുറയ്ക്ക്. എൻ്റെ മോനാണ് 31 വയസ്സായി, കടപ്പ് രോഗിയാണ്. എല്ലാം ചെയ്തു കൊടുക്കണം മോന്. ആരുമില്ല സഹായത്തിന്. ഓരോ തലമുറയ്ക്ക്. ഈ പറയുന്ന ഇടുക്കിയിലെ എൻഡോസൾഫാൻ മാത്രമല്ല, കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ശുദ്ധതയുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ കേരളവും കേന്ദ്രവും ഭരിക്കുന്നവർക്ക് ഉറപ്പുണ്ടാകണം. ഇതൊരു വ്യത്യസ്തമായ TVയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന 2 ജോലിയും ഏറ്റവും ഭംഗിയായി കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചാനലാണ്. I could experience the variety of enriching experiences and sharing from the manifold fields of our society and our life. അത് തന്നെ ഒരു വലിയ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ലെക്ചർ നമ്മൾ UN-ലൊക്കെ പോയിരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മലനാട് TV ഇന്ന് ഇവിടെ ചെയ്തത്. ഇത് നെടുനാൾ കൊണ്ട് നടക്കാൻ അങ്ങയുടെ ചാനലിന് ഇതിന് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ എന്തിന് ഇംഗ്ലീഷ് പറയും, ഇതിന് ഉള്ളടക്കം നൽകാൻ ജയേഷിന്റെയും സജിയുടെയും സംവിധാനത്തിനും ദീർഘകാലം സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സമൂഹത്തിൽ അനീതിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്ന, പാവപ്പെട്ടവരും വിഷമിക്കുന്നവരുമായ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നമ്മെ വിളിക്കുന്ന, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും ശക്തമായി ഓർമ്മിപ്പിക്കുന്ന വളരെ ഫലപ്രദമായൊരു ഇടപെടലാണ് കേരളത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രധാനപ്പെട്ടവരുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നാം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇവർ കടത്തിവിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി ഓർക്കേണ്ട കാര്യമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. മലനാട് TV മറ്റ് ചാനലുകൾ ഇപ്പോൾ എല്ലാ ചാനലുകളും മത്സരിച്ച് എല്ലാം പ്രൊഫഷണൽസിലേക്ക് പോയപ്പോൾ യഥാർത്ഥ മാധ്യമധർമ്മം പോലും അതിൻ്റെ പോലും നന്മ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, വളരെ പ്രയാസപ്പെട്ട് ഉയർത്തിപ്പിടിക്കുന്നത് സമൂഹം ആഗ്രഹിക്കുന്ന നന്മയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വിലപ്പെട്ട സേവനമായി ഇതിനെ കരുതുന്നു. പല ചാനലുകളും റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് നന്മയുടെ റേറ്റിങ്ങിന് വേണ്ടി മത്സരിക്കുകയാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. മലനാട് TVയെക്കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം കേട്ടിട്ടുണ്ട്. ശരിക്കും കിടപ്പറയിലും അടുക്കളയിലും ഒക്കെ ചെന്നിട്ട് ന്യൂസ് കവറേജ് ഉണ്ടാക്കുന്ന ഈ ഒരു കാലത്ത് അതിനൊന്നും മുതിരാണ്ട് നന്മ എവിടെയുണ്ടോ അത് തേടിപ്പിടിച്ച് ആ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മലനാട് TV ശ്രമിക്കുന്നു. താങ്ക് യു സോ മച്ച് മലനാട് TV എന്നെ വിളിച്ച് ഈ ഒരു അപ്രിസിയേഷൻ തന്നതിന് താങ്ക് യു. I have seen lot of programs and attended lot of TV channels. Always they'll be commercial, but this is the first time ever in the world I'm seeing the first Malanadu NGO channel who are doing lot of social service activities. It's really commendable, remarkable, I can say. സെൻസെക്സ് 1 പോയിന്റ് വർദ്ധിക്കുന്നത് വാർത്തയാവുകയും തെരുവിലൊരുത്തം പട്ടിണി കിടന്ന് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും ചെയ്യുമ്പോഴാണ്
അതാണ് യഥാർത്ഥത്തെ ഫാസിസം എന്നാണ് ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞത്. അത് തന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഫാസിസം. ഈ മീഡിയയുടെ മൗനം എന്ന് പറയുന്നത് ഡീപ്പ് സ്ലംബർ, അതിൽ നിന്ന് അവർ ഉണരണം. ഉണർന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യം മരവിച്ചു പോകും, മരിച്ചു പോകും. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ജീവകാരുണ്യത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി ഒരു കൂട്ടം സുമനസ്സുകൾ ഒരുമിക്കുന്നു. ഹരിതാഭയാർന്ന സമൃദ്ധമായ ഒരു പ്രകൃതി ഇനി വരും തലമുറയ്ക്കായി വാസയോഗ്യമാകാൻ നാം ഒന്നിക്കണമെന്ന സത്യവും ഹൃദയവിശുദ്ധിയുടെ ഹരിതാഭയുമായി ഇതാ ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. മലനാ TV, voice of people, choice of people. Malana TV, always with people. Our relentless effort continues. ദൈവങ്ങൾ മനുഷ്യരായി അവതാരം അവരുടെ കാഴ്ചയാണ് ഈ മലനാട്. നോവും മനസ്സിനമൃതാവാൻ ഇടറി വീഴവേ താങ്ങാവാൻ മൗനമുറയവേ വാക്കാവാൻ തീയലയടിച്ചാർക്കും മലനാട് TV.com ലോക മലയാളിയുടെ കുടുംബ ചാനൽ.